ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഡിസംബർ 17 2025 കറണ്ട് അഫയേഴ്സ് ന്യൂസ് അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എന്നത്തെയും പോലെ സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകൾ അനാലിസിസ് നടത്താം. ഓക്കെ, ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് മാവോയിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മാവോയിസ്റ്റുകൾ, അതായത് മാവോ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കീഴടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനകത്ത് ഏകദേശം ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെല്ലാവരും ഗവൺമെന്റിന്റെ മുന്നിൽ തോക്കുകൾ വച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അവർ മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ഒരു കൺവേർഷൻ നടത്തിയിരിക്കുകയാണ്. ഫ്രം എന്തിൽ നിന്നുമാണ്, മാവോയിസ്റ്റുകളിൽ നിന്നും അവർ കൺവേർഷൻ, അതായത് അവർ മാവോയിസ്റ്റ് അല്ല എന്നുള്ള ലെവലിലേക്ക് മാറാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് അവർ റെഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഇത്. ഈ ന്യൂസ് ആർട്ടിക്കിളിൽ മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയായിരിക്കണം ഒരു പോസ്റ്റ് മാവോയിസ്റ്റ് ഇന്ത്യ. അപ്പൊ മാവോയിസം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നിന്നും ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മാവോയിസ്റ്റ്. ഓക്കെ, അപ്പൊ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും, ആ ഒരു സെക്യൂരിറ്റി ത്രെറ്റിൽ നിന്നും ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ഇനി പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ഒരു ത്രെറ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട് എന്താണ് ഇന്ത്യ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ഇതൊരു എഡിറ്റോറിയൽ അല്ല, പക്ഷെ ഇതൊരു കമന്റ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ദ ന്യൂസ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ന്യൂസ് ആർട്ടിക്കിൾ. പക്ഷേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് UPSC സ്പെസിഫിക്കലി നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മളുടെ ലൈൻ ഓഫ് സിലബസിലുള്ള സെക്യൂരിറ്റിയുടെ സിലബസ്, അതായത് നമ്മളുടെ GS പേപ്പർ 3 വരുന്ന പോർഷൻ ഓഫ് സെക്യൂരിറ്റി ആണ് നമ്മൾ കൺസേൺ ആയിട്ട് ചെയ്യേണ്ടത്. ഇന്റേണൽ ത്രെറ്റ്സ് ടു ഇന്ത്യൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അനാലിസിസ് നടത്താം. ഓക്കെ, സോ യെസ്, സോ ബിഫോർ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് മാവോയിസം ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ മാവോയിസം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനേറ്റിംഗ് ഫ്രം ദി നക്സൽബാരി മൂവ്മെന്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാവോയിസ്റ്റുകളെ നമ്മൾ നക്സലൈറ്റ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. നക്സൽസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വില്ലേജിന്റെ പേരാണ് നക്സൽബാരി എന്ന് പറയുന്നത്. അപ്പൊ ഈ നക്സൽബാരി വില്ലേജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആന്റി സ്റ്റേറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ഇന്ത്യ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റെബിലിറ്റി ഡിസ്റ്റർബ് ചെയ്യുന്ന ഓപ്പറേഷൻസിനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, നക്സൽബാരി വില്ലേജിൽ നിന്നുമാണ്. അതുപോലെ തന്നെയാണ് ഇതിന് നക്സൽബാരി മൂവ്മെന്റ് എന്നാണ് ഫസ്റ്റ് നക്സൽ ഓപ്പറേഷനെ വിളിക്കുന്നത്. സോ ഇത് ഇനി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ്. സോ ഇത് നമുക്കൊരു പ്രിലിംസ് ഫാക്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ മേ ബി ഇഫ് ദേ വാണ്ട്. ഇപ്പൊ UPSCയുടെ ചേഞ്ചിങ് അൺപ്രഡിക്റ്റബിലിറ്റി മൂഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് കരുതി പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനും ഇല്ല. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാക്ട് മനസ്സിലാക്കി തന്നെ വെക്കാം. അതേപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻസിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസിഡന്റ് കോട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് originated from the Naxalbari movement. The Naxalite Maoism has been originated from the Naxalbari movement of 1967 in West Bengal. Okay, then ഈ പറഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് കരേ ഗട്ടുലു ഹിൽ ഓപ്പറേഷൻ. ഇതിന്റെ കറന്റ് പ്രൊനൗൺസിയേഷൻസ് എനിക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് ഏറ്റവും ക്ലീൻ ആയിട്ട് പറയുന്ന ഒരു ടേം ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നു. നമുക്ക് ന്യൂസിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രിലിംസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് recently seen in news is related to which among the following, like maybe first thing terrorist operation, second thing is recovery mission, maybe something like that, and third thing will be some related to operations or forest, and the first one will be the elimination of key Maoist operatives. സോ ആൻസർ വരുന്നത് എന്താണ്, എലിമിനേഷൻ ഓഫ് കീ മാവോയിസ്റ്റ് ഓപ്പറേറ്റീവ്സ്. അതേപോലെ നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള ടേംസ് ഒക്കെ നമ്മുടെ ആൻസേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതെന്താണ്, അത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ആൻസറിന്റെ വാല്യൂ അഡീഷനും ക്രെഡിബിലിറ്റിയും കൂട്ടും. അതുകൂടി നമ്മളുടെ മനസ്സിൽ വേണം. Okay, so yes, Operation Black Forest is related to the elimination of key Maoist operatives. Okay,
സോ അപ്പൊ ഇത് രണ്ടുമാണ് എന്താ നമുക്കൊരു വാല്യൂ അഡീഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനിയുണ്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ തന്നെ നമ്മൾ കുറെ വാല്യൂ അഡീഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്താ, നമ്മൾ ഒറിജിനേഷനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. അപ്പൊ ഒറിജിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിനേഷൻ ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. അവിടുത്തെ നക്സൽബാരി വില്ലേജിലാണ് ഇത് ഒറിജിനേഷൻ എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കിനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വാല്യൂ അഡീഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇതിന്റെ ഒരു ട്രിവിയൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, യാ, സോ നമുക്ക് കുറച്ച് എന്താ പറയുക, വാല്യൂ അഡീഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്. ഇപ്പം നക്സലിസം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്തൊരു എക്സ്ട്രീമിസവും ആയിക്കോട്ടെ, അത് ആ ഗവൺമെന്റ് പോളിസീസിനെക്കാളും മുമ്പ് നമുക്ക് സംസാരിക്കേണ്ടതാണ്. ഇപ്പൊ നക്സലിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, അതിനൊക്കെയുള്ള റീസൺ ഉണ്ടാവും അല്ലെ. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു നക്സൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ വർക്ക് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഈ ഒരു കോസ് എന്ന് പറയുന്നത് ഏതൊരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ആയിട്ടുള്ള ഇപ്പോൾ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംഗതികളുടെയും ഏകദേശം കോമൺ ആയിട്ടുള്ള കുറച്ച് കോസസ് നമുക്ക് ഇവിടെ നിന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് അൺഎംപ്ലോയ്മെന്റ്. സി, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതിനകത്തൊരു ഇക്കണോമിക്കൽ ആംഗിൾ മാത്രമല്ലാതെ ഒരു സൊസൈറ്റിയൽ ആംഗിൾ, ഒരു സോഷ്യൽ ആംഗിൾ കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സോഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ തന്നെ നമുക്ക് ജോലിയുള്ള ഒരു സമയമാണെന്ന് വിശ്വസിക്കുക, നമുക്ക് ഡെയിലി ജോലിക്ക് പോകേണ്ട ഒരാളാണ്, നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും ഇതേപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസിലേക്കൊന്നും അധികം ഇൻവോൾവ് ആവാനായിട്ട് നമ്മൾ തയ്യാറാവില്ല. കാരണം ഒന്ന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ട്, അപ്പൊ നമ്മളൊരു ഫാമിലി ആയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ഇതേപോലത്തെ ഔട്ട്ഫിറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ, ആന്റി ഇന്ത്യ ഓർഗനൈസേഷൻസ് ആയിട്ടോ ഒന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും താല്പര്യപ്പെടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമ്മളപ്പോ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിൽക്കില്ല. രണ്ടാമതായിട്ട് എന്താണ്, നമുക്ക് ടൈം കിട്ടില്ല. കാരണം നമുക്ക് ഡെയിലി ജോബിന് പോകണം. ഡെയിലി ജോബിന് പോകുന്ന ഒരാള് ഇൻ കേസ് അയാൾക്കൊരു ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് ഉള്ളിൽ ഉണ്ടെങ്കിലും അയാൾക്ക് അത് പുറത്തു കൊണ്ടുവന്ന് അതൊരു ഐഡിയോളജിക്കൽ സ്പ്രെഡിങ് നടത്താനുള്ള സമയവും ഗ്യാപ്പും കിട്ടില്ല. കാരണം എന്താണ്, അയാൾക്ക് ഡെയിലി ഒരു വർക്കിംഗ് സ്പേസിലേക്ക് മാറണം. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡെയിലി ജോബിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏകദേശം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു, എല്ലാ കേസിലും അല്ല, അബ്സല്യൂട്ട് സെൻസിലല്ല ഞാൻ പറയുന്നത്, ഒരു റിലേറ്റീവ് സെൻസിൽ എടുത്താൽ മതി. അദ്ദേഹം ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും, എഡ്യൂക്കേഷൻ ഉള്ള ഒരു മനുഷ്യനായിരിക്കും. അപ്പൊ ആ എഡ്യൂക്കേഷൻ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നതും അത്ര ഈ പറഞ്ഞിട്ടുള്ള അത്ര ടെംപ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. സോ അൺഎംപ്ലോയ്മെന്റ് ആണ് വൺ ഓഫ് ദ പ്രോബ്ലം. സെക്കൻഡ് തിങ് ജെൻഡർ ഗ്യാപ്പ് ആണ്. ഇപ്പൊ എക്സ്ട്രീമിസം, ഈ പറഞ്ഞിട്ടുള്ള ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സും അതേപോലെയുള്ള സംഗതികളുടെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത്, എക്സ്ട്രീം ഫെമിനിസം ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജെൻഡർ ഗ്യാപ്പ് ആണ്. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറി മാറി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും റൂറൽ ഏരിയാസിലെല്ലാം ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വർക്കേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലേ, സ്ത്രീകളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ മുതൽ, അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പണിയെടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്താൽ മതി. അതേസമയം പുരുഷനെയാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് ഏകദേശം 1000 രൂപ കൊടുക്കണം. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ആംഗിൾ, എക്കണോമിക്കൽ ജെൻഡർ ഗ്യാപ്പ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ജെൻഡർ ഗ്യാപ്പിൽ, പാരിറ്റി ഗ്യാപ്പിൽ, പേയ്മെന്റ് പാരിറ്റി ഗ്യാപ്പിലൊക്കെ വരുന്ന അതേപോലത്തെ ഡിസ്ക്രിമിനേഷൻസ്, അങ്ങനെയുള്ള സംഗതികളെല്ലാം എന്താണ്, ഇതേപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് ഇതിനകത്ത് പറയുന്ന ഒരു മാവോയിസ്റ്റ് സ്പെസിഫിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ജൽ, ജംഗൽ ആൻഡ് ജമീൻ. ദെൻ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റോഡ് ഇല്ല അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള റോഡ് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു കണക്ടിവിറ്റി വരുള്ളൂ. ഓക്കെ, ആ കണക്ടിവിറ്റി ഉണ്ടെങ്കിലാണ് അവിടെ ബിസിനസ്സുകൾ ഡെവലപ്പ് ആവുള്ളൂ. അവിടെ ബിസിനസ്സുകൾ ഉണ്ടെങ്കിലാണ് അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലാണ് സേവിങ്സ് ഉണ്ടാവുള്ളൂ, അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇൻക്രീസ് ആവുള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു മൾട്ടിപ്ലെയർ എഫക്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മൾട്ടിപ്ലെയറിന്റെ കോൺസെപ്റ്റിൽ അല്ലാതെ തന്നെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ മൾട്ടിപ്ലെയർ എഫക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമുക്ക് റോഡെന്ന് മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള റോഡില്ല, അതൊരു ഫസ്റ്റ് കണക്ടിവിറ്റി ഇഷ്യൂ. സെക്കൻഡ് തിങ് ഒരു ഹെൽത്ത് കെയർ ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് കെയർ കറക്റ്റ് ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് നോക്കാനുള്ള ഹോസ്പിറ്റൽസ് ഹെൽത്ത് കെയർ വരുന്നു.
ദെൻ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കോളേജസ് അങ്ങനെയുള്ള സംഗതികളെല്ലാം ലാക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സംഗതികൾ, അല്ലെങ്കിൽ അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ലാക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു റിബലിയസ് ആയിട്ട്, അതായത് ഒരു ഏലിയനേഷൻ, ആ ഒരു ടേമിനെ കാൾ മാർക്സ് യൂസ് ചെയ്തൊരു ടേം ഉണ്ട് ഏലിയനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏലിയനേഷൻ എന്ന് പറയുന്ന സംഗതി എന്താവും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് വർക്കേഴ്സിന്റെ കേസസിലാണെങ്കിൽ അതേ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ പീപ്പിൾ എന്താണ്, അവർക്ക് അവരുടെ ബേസിക് റൈറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ റൈറ്റ്സും കാര്യങ്ങളെല്ലാം റൈറ്റ്സ് എല്ലാം ഡിനൈ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവർ പൊതുവെ ഇതേപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് അസോസിയേഷൻസിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സംസാരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് ബ്യൂറോക്രാറ്റിക് അപ്പതി. ഇത് നല്ലൊരു കീ ടേം ആണ്, ബ്യൂറോക്രാറ്റിക് അപ്പതി എന്ന് പറയുന്നത്. ബ്യൂറോക്രാറ്റിക് അപ്പതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഗ്രാഫ് നമ്മൾ GS4 പഠിക്കും. അപ്പോൾ ഗ്രാഫ് പഠിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കമ്പാഷൻ ഗ്രാഫ് എന്നാണ് അതിന് പറയുക. ഓക്കെ, അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നൊരു സംഗതി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ കമ്പാഷൻ ഗ്യാപ്പ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ലെവൽ എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് സിമ്പതി വരിക. ഓക്കെ, സിമ്പതി, അതായത് നമുക്കൊരാളൊരു വിഷമം തോന്നുന്നു, നമ്മൾ അത് മറന്നു പോകുന്നു. രണ്ടാമതായിട്ട് എംപതി, നമ്മൾ ഫീൽ ചെയ്യാണ് അയാൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നു, നമ്മൾ അയാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കുക, തിങ്കിങ് ഓൺ അതർ ഷൂസ് എന്നൊക്കെ പറയുന്ന പോലെ. ദെൻ കംസ് ദി അൾട്ടിമേറ്റ് തിങ്, ദാറ്റ് ഈസ് കമ്പാഷൻ. ഓക്കെ, ഈ കമ്പാഷന്റെയും എക്സ്ട്രീം ആയിട്ട് വരുന്നതാണ് ഓൾട്രൂയിസം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവ് സിമ്പിളാണ്, അതൊരു പോസിറ്റീവ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നല്ല ഒരു ബ്യൂറോക്രാറ്റിക് സിമ്പതി, ബ്യൂറോക്രാറ്റിക് എംപതി, കമ്പാഷൻ, ഓൾട്രൂയിസം, അതൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നെഗറ്റീവ് കൊണോട്ടേഷനിൽ വരുന്ന ഒരു ടേമാണ് അപ്പതി എന്ന് പറയുന്നത്. അപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എനിക്ക് അയാളുടെ ഒരു വിഷമത്തിൽ ഒരു വിഷമമൊന്നുമില്ല, അയാൾക്ക് എന്താന്ന് വെച്ചാൽ പറ്റിക്കോട്ടെ, അയാൾക്ക് എന്ത് പറ്റിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ബ്യൂറോക്രാറ്റിക് അപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ ബ്യൂറോക്രാറ്റ്സിനിടയിലുള്ള ഒരു സർവീസ് മെന്റാലിറ്റി ഇല്ലാതെ, അവർ കമ്പാഷനേറ്റ് അല്ലാതെ, അവർ സെൽഫിഷ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റിക് അപ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. കറപ്ഷൻ, ഓക്കെ, വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനകത്തെല്ലാം അസ്ഫ പോലുള്ള ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള സംഗതികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടക്കുന്നുണ്ടെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള വളരെയധികം ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻസ് നടക്കുന്നു, ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ നടക്കുന്നു. അപ്പൊ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്നൊക്കെ പറയുന്നത് പോലെ എന്താണ്, അവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ എഫക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളെല്ലാം എന്താണ്, ഈ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് വരുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ഒരു വെഞ്ചൻസ് വരുന്നു, അല്ലെ, ഒരു ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് വരുന്നു. സ്റ്റേറ്റിനോടും അതേപോലെ തന്നെ അവിടുത്തെ നാഷണലിസ്റ്റിക് ഗവൺമെന്റിനോടും ഒക്കെ ഒരു പ്രത്യേകതരം ദേഷ്യം അവിടെയുള്ള ആളുകൾക്ക് വരാൻ തുടങ്ങും. അപ്പൊ ആ ഒരു റിബലിയസ് ആയിട്ടുള്ള ഒരു റിബൽ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അത് കൾട്ടിവേറ്റ് ആവുന്നതിലൂടെ തന്നെ അത് വളരെയധികം ട്രബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ കംസ് പോവർട്ടി. ഓഫ് കോഴ്സ് പോവർട്ടിയെ ചൂഷണം, അതായത് നമ്മളുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, എന്താണ്, പോവർട്ടി ഈസ് ദി അൾട്ടിമേറ്റ് പൊല്യൂട്ടർ. ഓക്കെ, അത് നമ്മൾക്ക് ഇത് നമ്മളുടെ ഒരു എൻവയോൺമെന്റൽ ആസ്പെക്റ്റിലാണ് മാം പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി മാം പറഞ്ഞിട്ടുള്ളത് എൻവയോൺമെന്റൽ ആസ്പെക്റ്റിലാണെങ്കിലും ഓക്കെ, മാഡം പറഞ്ഞതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ഫിലോസഫിക്കലി ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം, അല്ലെ. നോക്കൂ, നമ്മൾ എസ് ഒക്കെ എഴുതുമ്പോൾ ഒരു മൾട്ടി ഡയമെൻഷനിൽ എഴുതാനായിട്ട് പോവർട്ടി എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ പൊല്യൂട്ടർ ആക്കുന്നു. എങ്ങനെ, നമ്മളുടെ ഹ്യൂമൻ മൈൻഡിനെ പൊല്യൂട്ട് ചെയ്യുന്നു പോവർട്ടി, എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ അവിടെയുള്ള യൂത്തിനോടൊക്കെ ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ്, നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഇൻകം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എമൗണ്ട് തരാം, നിങ്ങളുടെ ഫാമിലിനെ സേഫ് ആക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ വാഗ്ദാനങ്ങളിൽ പെട്ട് ട്രാപ്ഡ് ആവുന്നതും വളരെയധികം പ്രശ്നമാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള പോവർട്ടിയും എന്താണ്, നമുക്ക് ഒരു വലിയ കോസ് ഓഫ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് പറയാം. ദെൻ പുവർ ഹെൽത്ത് ഫെസിലിറ്റീസ്, സോഷ്യൽ എക്സ്ക്ലൂഷൻസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ പോയിന്റ്സും കറക്റ്റ് റെലവെന്റ് ടു ദിസ് കോണ്ടെക്സ്റ്റ് ആണോ, അല്ല. പക്ഷെ ടോട്ടൽ ബ്രീഡിംഗ് ഓഫ് എക്സ്ട്രീമിസത്തിനകത്ത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാം, കൂട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കോഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇതിപ്പോൾ 2013, അതായത് 2013 ഡേറ്റയാണ്, 2013 ഡേറ്റയാണ്.
ഈ ഡേറ്റയിൽ പറയുന്നത് എന്താണ്? ഏകദേശം 182 ഡിസ്ട്രിക്ട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഫേസ് ചെയ്യുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ റെഡ് പോക്കറ്റ്സ് എന്നൊക്കെയാണ് അവരെ വിളിക്കുക. സോറി, റെഡ് കോറിഡോർസ് എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. റെഡ് കോറിഡോർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള നക്സൽസ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് കൂടുതലും ഈ ഓരോ ഫോറസ്റ്റുകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ്. കാരണം അവിടെ ഈ സർവൈലൻസും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നുള്ള ഒരു സിമ്പിൾ റീസൺ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞിട്ടുള്ള റെഡ് കോറിഡോർസ്, ഓക്കെ, അപ്പൊ ആ റെഡ് കോറിഡോർസ് എന്താണ് 2013 അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്? 182 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യാ. ബട്ട് നമ്മളുടെ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സും പല പല ഓപ്പറേഷൻസും പ്രൊജക്ട്സിന്റെയും സെക്യൂരിറ്റി ഫോഴ്സസിന്റെയും ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. നമ്മൾ അവരെ കുറിച്ചൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആ ഫോഴ്സസിന്റെ എല്ലാം ഒരു കഠിന പ്രയത്നം കൊണ്ട് ഏകദേശം 2025 ആയപ്പോഴേക്കും എത്ര എണ്ണമായി കുറഞ്ഞു എന്ന് പറയുന്നത്? 18 ആണ്. 18 ഡിസ്ട്രിക്ട്സ് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള റെഡ് കോറിഡോർ, ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവുമായിട്ട് അഫക്റ്റഡ് ആയിട്ട് ഇപ്പോൾ പ്രശ്നത്തിൽ നിൽക്കുന്നത്. എത്ര ഹ്യൂജ് ആണെന്ന് നോക്കൂ. ഏകദേശം 90% എന്തുണ്ടായിട്ടുണ്ട്? ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. എന്തില്? ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ആണ്. അതായത് നമ്മളുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കറക്റ്റ് ഡിറക്ഷനിലാണ് പോകുന്നത് എന്നുള്ളതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞിട്ടുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത്. അതും ചില്ലറയല്ല. ഏകദേശം 10 വർഷത്തെ ഗ്യാപ്പില് 10-12 വർഷത്തെ ഗ്യാപ്പില് സംഭവിച്ചിരിക്കുന്നത് 90% റിഡക്ഷൻ വന്നിരിക്കുന്നത്. റൈറ്റ്? അപ്പോൾ ഈ ഒരു റിഡക്ഷൻ വളരെ വളരെ വലുതാണ്. ക്ലിയർ? സോ ഈ ഡേറ്റ നിങ്ങൾ കോട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി ട്രാൻസിഷൻ ഫ്രം റെഡ് കോറിഡോർ. ഈ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മെയിൻസ് ആൻസേഴ്സിന് എപ്പോഴും നല്ലത് കീവേഡ്സുമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റെഡ് കോറിഡോർ ടു റെഡ് പോക്കറ്റ്സ്. റെഡ് കോറിഡോർ ടു റെഡ് പോക്കറ്റ്സ് എന്നാണ് പറയുന്നത്. റൈറ്റ്? അപ്പൊ അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു 2013 എത്ര ഡിസ്ട്രിക്ട്സ് ആയിരുന്നു അഫക്ട് ചെയ്തിരുന്നത്? 182. അത് 2025 ആയപ്പോഴേക്കും എത്രയായി? 18. ഓക്കെ, സോ ഒരു നല്ല വളരെ മനോഹരമായ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ആൻസേഴ്സിന് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയാണിത്. അപ്പൊ പൊതുവേ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഓപ്പറേഷൻസ് ഈ വർഷം നടന്നതുകൊണ്ട് തന്നെ നമ്മൾ 2026 മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വളരെയധികം എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ്. ബേസിക്കലി ഗവൺമെന്റ് മെഷീനറീസിന്റെ വർക്കിംഗ് എഫിഷ്യന്റ് ആണോ എന്നുള്ള രീതിയിൽ ഒരു റിവ്യൂ പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസിനകത്തും നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ നമ്മൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കൗണ്ടറിങ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ അതിനകത്ത് മേജർലി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡോക്ട്രിൻ ആണ് സമാധാൻ ഡോക്ട്രിൻ. ഈ സമാധാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അബ്രിവേഷൻ ആണ്. ഇപ്പൊ സമാധാൻ ഡോക്ട്രിൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സമാധാൻ ഡോക്ട്രിൻ ആണ് ശരിക്കും ഈ പറഞ്ഞിട്ടുള്ള നെക്സൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ടു കർ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത്. ഓക്കെ, യാ. അപ്പൊ ഇതിനകത്ത് എസ് സ്റ്റാൻഡ് ഫോർ സ്മാർട്ട് ലീഡർഷിപ്പ്. Okay, A stands for aggressive strategy. Okay, M stands for maintaining. M stands for tracking, and one second. M stands for motivation and training. Motivation and training. Okay. A stands for actionable intelligence. Actionable intelligence. Okay. D stands for dashboard based KPIs.
ഡാഷ്ബോർഡ് ബേസ് KPIs. ഇപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡാഷ്ബോർഡ് ബേസ്ഡ് KPI എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നല്ല, നമുക്കൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ കീ പെർഫോമർ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ റിസൾട്ട്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇത്ര ആളുകളെ മാറ്റണം, ഇത്ര ആളുകളെ കൺവേർട്ട് ചെയ്യണം, ഇത്ര ഡിസ്ട്രിക്ട്സ്, അതായത് നമ്മൾ പറഞ്ഞു എന്താണ് 182 ഡിസ്ട്രിക്ട്സിൽ നിന്നും 18 ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ എന്തായിരിക്കും 180 നിന്നും 160 എത്തിക്കണം. അപ്പോൾ ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഈ KPI എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ഡേറ്റ അനാലിറ്റിക്സ് ആയിട്ടുള്ള ഒരു ടേം ആണ്, റൈറ്റ്? സോ ഡാഷ്ബോർഡ് ബേസ്ഡ് KPIs. ദെൻ ഹാർനസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സർവൈലൻസും കാര്യങ്ങളും. അപ്പോൾ ഈ KPIs ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ടെക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ദെൻ ആക്ഷൻ പ്ലാൻ ഫോർ ഈച്ച് theater. Okay, then last one, no access to finance. Okay, so അപ്പൊ ഈ ഒരു ഡോക്ട്രിൻ, ഈ ഒരു സമാധാൻ ഡോക്ട്രിന്റെ ബേസിസിൽ, ഇതിന്റെ ഒരു സക്സസ് ഓഫ് സമാധാൻ ഡോക്ട്രിൻ ആണ് എന്ത് പറയാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, സക്സസ് ഓഫ് സമാധാൻ ഡോക്ട്രിൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു ഗവൺമെന്റ് മെത്തഡോളജിന്നോ പ്രോട്ടോകോളെന്നോ പെഡഗോഗിന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു ഗൈഡിങ് ലൈറ്റ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാധാൻ ഡോക്ട്രിൻ പറയാതെ നമുക്ക് എന്ത് ചെയ്യരുത്, നമുക്ക് ആൻസർ എഴുതാൻ കൺക്ലൂഷൻ നടത്തരുത്. അപ്പോൾ ശരിക്കും നമുക്ക് ഗവൺമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഏരിയാസിൽ എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമാധാൻ ഡോക്ട്രിൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഒരു ഫോഴ്സ് ഉണ്ട്, ആന്ധ്രാപ്രദേശിന്റെ ഒരു എലൈറ്റ് കമാൻഡോ ഫോഴ്സ് ആണ് ഗ്രേ ഹോൺസ് എന്ന് പറയുന്നത്. അവർ ഇതിനകത്ത് എക്സ്പെർട്ടൈസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ ബസ്തരിയ ബറ്റാലിയൻ എന്ന് പറഞ്ഞിട്ട് ലോക്കൽസിനെയും കൂടി എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആണ് ബസ്തരിയ ബറ്റാലിയൻ. അപ്പൊ ഇതെല്ലാം എഴുതിയാൽ മതിയാവും. ഓക്കെ, ദെൻ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കമ്മിറ്റി എന്നാണ് പറയുന്നതാണ് ബന്ദോപാധ്യായ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബന്ദോപാധ്യായ് പറയുന്ന റീസൺ എന്താണ്, ഹൈലൈറ്റഡ് ദി ലാക്ക് ഓഫ് ഗവർണൻസ്, ഓക്കെ, എക്കണോമിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് ദി ട്രൈബൽസ്. അതാണ് റീസൺ ഫോർ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. അതായത് ട്രൈബൽസിനോട് അവരുടെ ഗവേണൻസ് ആയിട്ടുള്ള രീതിയിലും എക്കണോമിക്കൽ ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ എന്തിന് കാരണമാകുന്നു എന്ന് പറയുന്നു, നക്സലൈസത്തിന് കാരണമാകുന്നു പറയുന്നു. ആൻഡ് വാട്ട് ഈസ് ദ വേ ഫോർവേഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബന്ദോപാധ്യായ് കമ്മിറ്റി നമുക്ക് റെഫർ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ട്രൈബൽ ഫ്രണ്ട്ലി ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ പറഞ്ഞു അല്ലെ, ജൽ ജംഗൽ ജമീൻ എന്ന് പറയുന്നു അല്ലെ. ജമീൻ മീൻസ് ലാൻഡും കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഓക്കെ, സോ ഐ ബിലീവ് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓൾറൈറ്റ്, യെസ്. Then we are going to the next topic of the day, that is insurance sector. Okay, insurance sector ന്യൂസിൽ വരാനുള്ള റീസൺ വേറൊന്നുമല്ല, ലോക്സഭ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള FDA അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരാനുള്ള ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി അത് രാജ്യസഭ പാസ്സാക്കണം, അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഓക്കെ, യെസ്. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് ന്യൂസ് എങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഇതിന്റെ UPSC ഡെവലപ്മെന്റ്സ്. ഓക്കെ, കുറച്ച് ഫാക്ട്സ് മേജർലി ഫോർ ദ പ്രിലിംസ് ആണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ദ 7th ഷെഡ്യൂൾ, അതായത് യൂണിയൻ ലിസ്റ്റിലാണ് എന്ത് വരുന്നത്, ഇൻഷുറൻസ് വരുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കംസ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, ജസ്റ്റ് മറക്കരുത്, വളരെ ഈസി ഫാക്ട് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു കൺഫ്യൂഷൻ ആവരുത് ആ സമയത്ത്. Okay, then Oriental Life Insurance Company is the first insurance company in India which started operating in Kolkata. Okay, then currently we have 23 private life insurance companies. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടും കാര്യങ്ങളൊന്നുമല്ല. Let's know about the FDA transition. Okay, 2000 അത് 26% ഓക്കെ, 14 അത് 49% കൂട്ടി, 21 അത് 74% ആയിട്ട് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തു. അതായത് FDA ഏകദേശം 74% എന്ത് ചെയ്യാം, FDA ഇത് ഫോറിനിൽ നിന്നുള്ള ഒരു കമ്പനിക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ 75% എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടേംസ് ആണ്. ദാറ്റ് ഈസ് ഇൻഷുറൻസ് ഡെൻസിറ്റി. ഇൻഷുറൻസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയംസ് ടു ദി ടോട്ടൽ പോപ്പുലേഷൻ. ഇപ്പൊ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇൻഷുറൻസിന്റെ പ്രീമിയം ഓക്കെ എത്ര പറഞ്ഞിട്ടുള്ള എത്ര ഡോളറാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഡോളർ വൈസ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രയാണ് നമ്മുടെ ഈ ഒരു ഇൻഷുറൻസ്, അതായത് ഒരാൾക്ക് എത്ര രൂപയാണ് പ്രീമിയം ആയിട്ട് അയാൾ പേ ചെയ്തിരിക്കുന്നത്, അതായത് പെർ പേഴ്സൺ എത്ര രൂപയാണ് പ്രീമിയത്തിന് പേ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തേക്കുള്ള ഡെൻസിറ്റിയിലേക്ക് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ പോപ്പുലേഷൻ വൈസ് ആണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ കറന്റ് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ നമുക്ക് $91 ആണ് നമ്മളുടെ ഇൻഷുറൻസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഇൻഷുറൻസ് പെനെട്രേഷൻ. ഓക്കെ, ഇൻഷുറൻസ് പെനെട്രേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം ഓക്കെ ഇൻഷുറൻസ് പ്രീമിയം ടു ദി GDP of the country. ഇൻഷുറൻസ് പ്രീമിയം ടു ദി GDP of the country. ഓക്കെ, അതാണ് ഇൻഷുറൻസ് പ്രീമിയം പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ടേംസ് തന്നിട്ട് UPSC എപ്പോഴും ചെയ്യുന്നത് പോലെ അതിന്റെ ഡെഫിനിഷൻസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ചിടുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു നമ്മളെ ഒന്ന് കളിപ്പിച്ച് നമ്മളെ തെറ്റിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ ആയിട്ട് റിലേറ്റഡ് ആണ്. ആ ഒരു ലോജിക്കലി നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താം. പെനിട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞിട്ടുള്ള GDP ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇഫ് യു ക്യാൻ, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ ആണെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് തെറ്റിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, സോ ദെൻ നമുക്ക് മനസ്സിലാക്കേണ്ട ലാസ്റ്റ് ഫാക്ട് റിലേറ്റഡ് ടു ഇൻഷുറൻസ് എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോഡി. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് RBI ആണ് ഇൻഷുറൻസസ് ഇൻ ഇന്ത്യനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, അപ്പൊ അത് RBI അല്ല, മറിച്ച് IRDAI ആണ്. അതായത് IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ ദ സെൻസ് അവരുടെ റൂൾസ് മേക്ക് ചെയ്യുന്ന, ലോ അല്ല റൂൾസ് മേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള IRDAI ആണ്. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൺ പ്ലേസസ് ഇൻ ന്യൂസ്, ദാറ്റ് ഈസ് കുപ്യാൻസ്ക്. കുപ്യാൻസ്ക്, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻസ് അറിയില്ല, KUPIANSK. ഓക്കെ, ഇതൊരു നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ യുക്രൈനിലുള്ള ഒരു പോർഷനാണ്. റീസെന്റ് റഷ്യ ക്ലെയിം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അവര് ഈ പറഞ്ഞിട്ടുള്ള കുപ്യാൻസ്ക് എന്ന് പറയുന്ന സ്ഥലവും കൂടിയിട്ട് എന്ത് ചെയ്തു, ഇവര് സ്ട്രോങ് ഹോൾഡ് ആണ് ഇപ്പൊ റഷ്യക്ക് എന്ന് റഷ്യ ക്ലെയിം ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ ഈ രണ്ട് ന്യൂസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസുകൾ. വളരെ പ്രധാനപ്പെട്ട വേറെ ന്യൂസുകളുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ഏറ്റവും UPSC റിലവൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻസ് ന്യൂസും ഒരു പ്രിലിംസ് ന്യൂസുമാണ് നമ്മൾ ഇന്ന് ഇവിടെ അനലൈസ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് ഏകദേശം അല്ല 17/12/2025 ന്യൂസാണ് നമ്മളിപ്പോൾ ഇവിടെ അനാലിസിസ് ചെയ്തത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, പ്രിപ്പയർ വെൽ. ഓക്കെ, താങ്ക് യു.